ഹായ് എവ്രി വൺ. അപ്പോൾ മക്കളെ, നിങ്ങളുടെ +1 ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇന്നലെ വന്നിട്ടുണ്ട് അല്ലേ? എല്ലാവരും റിസൾട്ട് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ചെക്ക് ചെയ്യാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, നേരെ HSCAPൽ കയറിയിട്ട് റിസൾട്ട് നോക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റിൽ എവിടെയാണ് കിട്ടിയിട്ടുള്ളത് കാര്യങ്ങളൊക്കെ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇന്ന് അതായത് ജൂലൈ 4 രാവിലെ 10 മണി മുതൽ ജൂലൈ 8 വൈകിട്ട് 4 മണിക്കുള്ളിൽ നിങ്ങളുടെ പ്രവേശനം പൂർത്തീകരിക്കണം. അതായത് നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. നമ്മൾ മുന്നേ ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റിലൊക്കെ ചെയ്ത പോലെ നമുക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞ പോസിബിലിറ്റി ഒന്നും നമുക്ക് ഇവിടെ വരുന്നില്ല. നമ്മൾ നേരെ പോയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഫുള്ളി ഫൈനലായിട്ട് നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ മക്കളെ, ഈ ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ നമുക്ക് ഓൾ കേരള അതായത് 14 ജില്ലകളിൽ കൂടി ഉണ്ടായിരുന്ന വേക്കൻസീസ് എന്ന് പറയുന്നത് 58,061 വേക്കൻസീസ് ആയിരുന്നു. ഇതിലിപ്പോൾ അലോട്ട് ചെയ്തിട്ടുള്ള സീറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 35,947 സീറ്റുകളാണ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത്. അതായത് അത്രയും പേരെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി കിട്ടിയിട്ടില്ല ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഉള്ളവർക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമുക്ക് എഗെയിൻ വേക്കൻസീസ് എത്ര വരുന്നുണ്ട്, 22,114 വേക്കൻസീസ് വരുന്നുണ്ട്. അതായത് നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് അതായത് സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൂടി ഉണ്ടായിരിക്കും. സോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമുക്ക് വരാനുണ്ട്. സോ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെക്ക് ചെയ്യുക നമുക്ക് സ്കൂളിലേക്ക് പ്രവേശനം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. സോ നിലവിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ജൂലൈ 9 മുതൽ ജൂലൈ 11 വരെയാണ് നമുക്ക് സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജൂലൈ 16 എന്ത് വരും, സെക്കൻഡ് സപ്ലിമെന്ററി റിസൾട്ട് വരും. സോ അതിലും കൂടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ ആണല്ലോ? സോ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അപ്പോഴും ചില സമയത്ത് ടെൻഷൻ ഉണ്ടായിരിക്കും. നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമുക്ക് വേണ്ട സ്കൂളിലായിരിക്കില്ല കിട്ടിയത്, ചില ആൾക്കാർക്ക് വേണ്ട കോഴ്സ് ആയിരിക്കില്ല കിട്ടിയത്. പക്ഷെ നിങ്ങൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ, ഇത് ട്രാൻസ്ഫർ ഓപ്ഷൻ ആണ്. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ കോഴ്സ് കോമ്പിനേഷനോ അല്ലെങ്കിൽ സ്കൂളോ അത് അവൈലബിൾ ആണെങ്കിൽ മാത്രം കേട്ടോ. ട്രാൻസ്ഫർ എല്ലായ്പ്പോഴും പോസിബിൾ ആവണം എന്നില്ല, നമുക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. ഇനി അത് പറ്റുകയാണെങ്കിൽ അതിന് ഇപ്പം നിലവിൽ വന്നിട്ടുള്ള ഒരു ഡേറ്റ് പ്രകാരം നമുക്ക് വന്നിട്ടുള്ള ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലൈ 19 മുതൽ 21 വരെയാണ് ഈ ട്രാൻസ്ഫർ ഡേറ്റ് വന്നിട്ടുള്ളത്. സോ ഈ സമയത്ത് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, സ്കൂളോ നമ്മുടെ കോഴ്സ് കോമ്പിനേഷനോ നമുക്ക് ചേഞ്ച് വരുത്താവുന്നതാണ്. അതായത് ഈ ജൂലൈ 21 കൂടി നമ്മുടെ ഈ ഒരു +1 അതായത് ഈ ഹയർ സെക്കൻഡറിയിലുള്ള പ്രവേശനം ഫുള്ളി കംപ്ലീറ്റ് ആവുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താവാം, നമുക്ക് ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ ഒഫീഷ്യലായിട്ട് ഫുള്ളി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ അലോട്ട്മെന്റ് വിഷയം സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ ഒരു മാസത്തോടു കൂടി കംപ്ലീറ്റ് ആവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, സപ്ലിമെന്ററി അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ, ചെക്ക് ചെയ്യാം.